അങ്കമാലിയിലെ അനിശ്ചിതകാല സ്വകാര്യ ബസ് സമരത്തിൽ വലഞ്ഞിരിക്കുന്നു ജനജീവിതം. കൂലി വർധന ആവശ്യപ്പെട്ട് ഒരു വിഭാഗം തൊഴിലാളികളാണ് ഇന്നലെ സമരം നടത്തിയതെങ്കിൽ ഇന്ന് ബസ് ഉടമകളും സമരത്തിനായി എത്തി. ഇന്നലെ തൊഴിലാളികൾ സമരത്തിന്റെ ഭാഗമായി നടത്തിയ അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ചാണ് ഉടമകളുടെ ഇന്നത്തെ സമരം. സ്വാഭാവികമായിട്ടും ഒരു മുന്നറിയിപ്പുമില്ലാതെ തോന്നിയപടി നടത്തിയ പണിമുടക്കിൽ പെരുവടിയിലായത് സ്വാഭാവികമായിട്ടും അത് പൊതുജനമാണ്. അങ്കമാലി, കാലടി, അത്താണി മേഖലകളിൽ വലിയ രീതിയിലുള്ള യാത്രാ ദുരിതമാണ് ഉണ്ടായത്. അങ്കമാലിയിലെ അനിശ്ചിതകാല പ്രൈവറ്റ് ബസ് സമരത്തിന്റെ രണ്ടാം ദിവസമാണെന്ന്. ഇന്നലെ പകുതിയോളം ബസ്സുകൾ സർവീസ് നടത്തിയെങ്കിലും ഇന്ന് പൂർണ്ണമായും ബസ്സുകൾ സമരത്തിലേർപ്പെട്ടതോടെ പ്രദേശത്തെ ആകെ ജനജീവിതം ദുസ്സഹമായിരിക്കുകയാണ്. കരാർ കാലാവധി കഴിഞ്ഞ് ഒരു വർഷമായിട്ടും തൊഴിലാളികളുടെ കൂലി വർധന നടപ്പാക്കിയില്ലെന്നാരോപിച്ചാണ് സ്വകാര്യ ബസ് തൊഴിലാളികൾ അനിശ്ചിതകാല പണിമുടക്ക് ആരംഭിച്ചിരിക്കുന്നത്. ഇന്നലെ ആരംഭിച്ച പണിമുടക്കിൽ ഒരു വിഭാഗം തൊഴിലാളികൾ പങ്കെടുത്തിരുന്നില്ല. ഇന്നലെ സർവീസ് നടത്തിയ ബസ്സുകൾക്കെതിരെ സമരാനുകൂലികൾ അക്രമം അഴിച്ചുവിട്ടതിൽ പ്രതിഷേധിച്ച് ഇന്നലെ പണിമുടക്കിൽ പങ്കെടുക്കാതിരുന്ന വിഭാഗവും ഇന്ന് ബസ് സർവീസ് നടത്തിയില്ല. ഇതോടെ അങ്കമാലി, കാലടി, അത്താണി, കൊരട്ടി മേഖലയിലെ ജനങ്ങൾ യാത്രാ ദുരിതത്തിലായി. ബസ്സില്ലാത്ത ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് കേരളം ഫുള്ള് സ്ട്രൈക്കാന്നാണെങ്കിൽ കുഴപ്പമില്ല. ഇത് ഈ ഏരിയ മാത്രം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ ബസ്സുകാരും നമ്മുടെ ഈ ബസ്സിലെ ജീവനക്കാരും ഓണർമാരും തമ്മിൽ അത് വേറെ എന്തെങ്കിലുമൊക്കെ സംവിധാനം വെച്ചിട്ട് ഇവർ ചർച്ച നടത്തിയിട്ട് നമ്മുടെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാണ്ട് നമ്മുടെ ഈ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാണ്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. ഇന്നലെ സമരത്തിന് മുന്നറിയിപ്പുണ്ടായിരുന്നെങ്കിലും ഇന്ന് മുഴുവൻ പ്രൈവറ്റ് ബസ്സുകളും ഒരുമിച്ച് പണിമുടക്കിയത് ജനജീവിതത്തിന് ഇരട്ടി പ്രഹരമായി. ഇന്നലെയൊക്കെ പ്രൈവറ്റ് ബസ് ഇവിടുന്ന് പോണാണ്ട്, അപ്പൊ അതനുസരിച്ച് ഞങ്ങൾ ഇന്ന് വന്നതാണ്. ഇന്നിപ്പോ ഇത്രയും നേരം നിന്നിട്ടും പ്രൈവറ്റ് ബസ് ഇല്ല, ട്രാൻസ്പോർട്ടും കിട്ടണില്ല. ട്രാൻസ്പോർട്ട് വല്ലപ്പോഴും ഒരെണ്ണുള്ളൂ. സമരം കണക്കിലെടുത്ത് KSRTC ബസ്സുകൾ സർവീസ് കൂട്ടിയിരുന്നെങ്കിൽ പൊതുജനത്തിന് തൽക്കാലം ഒരു ആശ്വാസമാകുമായിരുന്നുവെന്ന് പൊതുജനം പറയുന്നു. ക്ലാസ് വരാണ്ടിരിക്കാൻ പറ്റില്ല, അറ്റൻഡൻസ് ഉണ്ട്, അപ്പോൾ വരാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ KSRTC നോക്കിക്കുകയാണ്. വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് കൂട്ടിക്കിട്ടിയാൽ മാത്രമേ തൊഴിലാളികളുടെ കൂലി കൂട്ടാനാകൂ എന്ന നിലപാടിലാണ് ബസ് ഉടമകൾ. ബസ് ഉടമകളും തൊഴിലാളികളും തമ്മിലുള്ള തർക്കത്തിൽ വലയുന്നത് പൊതുജനമാണ്. വേതന വ്യവസ്ഥയിൽ ഒത്തുതീർപ്പുണ്ടായില്ലെങ്കിൽ സമരം തുടർന്നേക്കുമെങ്കിൽ ജനങ്ങളുടെ യാത്രാ ദുരിതം കൂടുതൽ ഇരട്ടിയാകും. KSRTC അടക്കമുള്ള ബദൽ മാർഗങ്ങൾ ഉപയോഗിച്ച് യാത്രാ ദുരിതത്തിന് പരിഹാരമുണ്ടാക്കാൻ അധികാരികൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വിനോദിനൊപ്പം സൂര്യശ്രീ, 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.